അവസാനം തോറ്റോടി ഇസ്രയേലിന് 8ന്റെ പണിയാണ് ലഭിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇസ്രയേലിന്റെ ഒരു മേധാവിയും കൂടി അവിടെ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. IDF ചീഫ് ഹെർസി ഹലേവിയാണ് രാജിവെച്ചിരിക്കുന്നത്. അതിന്റെ കാരണവും ഇങ്ങനെയാണ്. തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ 7 സൈനികർ പരാജയപ്പെട്ടു എന്നതിനെ തുടർന്നായിരുന്നു ഹെർസി ഹലേവി തന്റെ രാജിക്കത്ത് കൈമാറിയത്. ഇത് ഞെട്ടലോടെയാണ് ഇസ്രയേൽ കാണുന്നത്. കാരണം വേറൊന്നുമല്ല, അതിർത്തികളിൽ വെടിനിർത്തൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ ഒരു ഉന്നത മേധാവി കൂടി രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഇസ്രയേലിനെ വളരെ തളർത്തിയിട്ടുമുണ്ട്. ഹിസ്ബുള്ള നേതാവിനെ കൊന്നതുകൊണ്ട് വലിയ സന്തോഷമുണ്ടാക്കിയ ഇസ്രയേലിനാണ് ഇപ്പോൾ 8ന്റെ പണി കിട്ടിയിരിക്കുന്നത്. ഇനി മാത്രമല്ല, ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും ഇസ്രയേലിന് ഒരു സന്തോഷം ലഭിക്കുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവിടെയും ഇസ്രയേൽ പരാജയപ്പെടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരിടത്താണെങ്കിൽ ഇറാനെയാണ് ഇസ്രയേൽ പേടിക്കുന്നത്. ബങ്കറുകളിൽ ഒളിച്ചു താമസിക്കുന്ന നെതന്യാഹു ഇപ്പോൾ ഇറാനെയും പേടിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇനി ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് വംശഹത്യാ യുദ്ധത്തിന്റെ ഫലമായി ഇസ്രയേലിന് $67 ബില്യൺ നഷ്ടം സംഭവിച്ചത് തന്നെയാണ്. സൈനികമായിട്ടുള്ള നഷ്ടം $34 ബില്യൺ ആണ്. കൂടാതെ പൊതു ബജറ്റിലും വലിയ നഷ്ടമാണ് ഇപ്പോൾ ഇസ്രയേലിന് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, അവിടുത്തെ ഇസ്രയേൽ സൈനികർ നഷ്ടമാകുന്നു. 2, അവിടെ സാമ്പത്തികമായിട്ടുള്ള വലിയ നഷ്ടമുണ്ടാകുന്നു. അധിനിവേശ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടമാണ് ഇപ്പോൾ സാമ്പത്തികത്തിലും ഇസ്രയേൽ തുടരുന്നത്. യുദ്ധത്തെ തുടർന്ന് ഇസ്രയേലിൽ കഴിഞ്ഞ വർഷം ഏകദേശം 60,000-ഓളം കമ്പനികൾ അടച്ചുപൂട്ടിയിരുന്നു. 2023-നെ അപേക്ഷിച്ച് 50% കൂടുതലാണിത്. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ക്രമക്കേടാണ് ഇപ്പോൾ ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ എണ്ണം 70% കുറഞ്ഞതും വളരെ തിരിച്ചടിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇതോടെ ടൂറിസം മേഖലയ്ക്ക് $5 ബില്യൺ നഷ്ടമുണ്ടാകുകയും ചെയ്തു. മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കാതെ ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴി കടത്തിവിടുന്നില്ല എന്ന് ഹൂത്തികളും പ്രഖ്യാപിച്ചു. ഇവിടെയും ഇസ്രയേലിന് വലിയ രീതിയിലുള്ള പരാജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്.